അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഖീൻ പോഡ്കാസ്റ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് SKSFൻ്റെ സ്ഥാപക നേതാവും ഖുർആനും സയൻസും എന്ന വിഷയത്തിൽ എഴുത്തുകളും പ്രഭാഷണങ്ങളും നടത്തി ശ്രദ്ധേയനായ, അതിലുപരി ജാമിയ നൂരിയയിലെ അഖീദ ആൻഡ് ഫിലോസഫിയുടെ HOD കൂടിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ് സലാം ഫൈസുള്ളൂർ ഉസ്താദാണ്. ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിന് കൃതജ്ഞത അറിയിക്കും. ആദ്യമായി തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ലോകപ്രശസ്ത ചിന്തകർക്ക് പോലും ഖുർആനിലെ സത്യങ്ങളെ വാസ്തവമാക്കപ്പെടുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സമയത്ത് ഈ ഖുർആനിനെ ഉന്നയിച്ചുകൊണ്ട് ചില സാധാരണക്കാരെ ചില സംശയങ്ങളൊക്കെ ഉന്നയിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് മോഡേൺ കാലത്ത് എങ്ങനെയാണ് ആയത്തിലും എന്നാൽ ഏറ്റവും ലളിതമായ രീതിയിൽ അവർക്കതിനെ പറഞ്ഞു കൊടുക്കാൻ കഴിയുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നത്തെ കാലത്ത് നമ്മൾ നന്നായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് നിങ്ങൾ ചോദിച്ചത്. വിശുദ്ധ ഖുർആനെ ഒരേ സമയം ലളിതമായും എന്നാൽ ആഴത്തിലും എങ്ങനെയാണ് ആധുനിക സമൂഹത്തിന് നമുക്ക് വിവരിച്ചു കൊടുക്കാൻ പറ്റുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ ലോകത്തെ എല്ലാ അറിവുകളുടെയും സ്രോതസ്സാണ്, അതിൻ്റെ കലവറയുമാണ്. ഖുർആനിൽ അല്ലാഹു തആല ഒരറിവും ഒഴിവാക്കിയിട്ടില്ല എന്നാണ് മാ ഫറത്ന ഫിൽ കിതാബി മിൻ ഷൈ. പക്ഷേ അതെല്ലാവർക്കും ഒരേമാതിരി മനസ്സിലാവില്ല എന്നും ഖുർആൻ തന്നെ പലയിടത്തായി സൂചിപ്പിക്കുന്നുണ്ട്. വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ തുടങ്ങി ആഴത്തിൽ അറിയുന്നവർക്ക് തന്നെയാണ് അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അതോടൊപ്പം ഖുർആൻ പറയുന്ന മറ്റൊരു കാര്യമാണ് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ അല്ലാഹു തആല ഉത്ബോധനത്തിന് അങ്ങേയറ്റം എളുപ്പമാക്കിയിരിക്കുന്നു. ഖുർആൻ ഒരു പ്രയാസമുള്ളതല്ല മനസ്സിലാക്കാൻ. ഇത് രണ്ടും ഖുർആൻ്റെ സവിശേഷതയാണ്. ആഴത്തിലുള്ള അറിവ് ഖുർആനിലുണ്ട്, എന്നാൽ അത് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരുപാട് മേഖലകളും ഖുർആനിലുണ്ട്. അതുകൊണ്ട് അഭിസംബോധിത സമൂഹം ഏതാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് മനസ്സിലാവുന്ന സാങ്കേതിക പദങ്ങളും ടെർമിനോളജിയൊക്കെ ഉപയോഗിച്ച് ഖുർആനെ വിശദീകരിക്കണം. ഖുർആൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുക എന്നതാണ്. അതിന് ഉപയുക്തമായ രീതിയിലായിരിക്കണം ഖുർആനെ സമീപിക്കേണ്ടത്. ഖുർആൻ്റെ വിശദീകരണം നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ബാധ്യത കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. വനസ്സൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. സൂറത്തുൻ നഹ്ൽ അല്ലാഹു തആല പറഞ്ഞു, നബിയെ തങ്ങളിലേക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചത് അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ തങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കാനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശദീകരണത്തിൻ്റെ ചുവട് പിടിച്ചായിരിക്കണം ഖുർആനെ നമ്മൾ സമീപിക്കേണ്ടത്. ഹദീസ് എന്ന് പറയുന്നത് ശരിക്കും ഖുർആനിൻ്റെ വിശദീകരണമാണ്. അതുകൊണ്ട് ഹദീസിൽ വിൽപ്പത്തിയുള്ള അഗാധമായ അറിവുള്ളവരാണ് ഖുർആൻ വിശദീകരിക്കേണ്ടത്. ഇത് രണ്ടു രീതിയിലുണ്ട്. ഒന്ന്, ശരീഅത്തിൻ്റെ അഹ്കാമുകൾ. അത്തരം അഹ്കാമുകളെ പറ്റിയുള്ള വിശദീകരണങ്ങൾ ഹദീസിൽ അങ്ങേയറ്റം വ്യുൽപ്പത്തിയുള്ള, അതുപോലെ ഇസ്ലാമിക ചരിത്രത്തിലും സ്വഹാബത്തിൻ്റെ ജീവിതത്തിലുമൊക്കെ നന്നായി പഠനം നടത്തിയ ഇമാമിയങ്ങൾ ആ കാര്യം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇനിയൊരു പുതിയ ഗവേഷണം ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണ്ണമാണ്. എന്നാൽ മേൽപ്പറഞ്ഞ ആയത്തിൽ തന്നെ വലഅല്ലഹും യതഫക്കറൂൻ എന്ന് അല്ലാഹു തആല അനുബന്ധമായി പറയുന്നുണ്ട്. ഖുർആനിൽ മനുഷ്യ ചിന്തകൾക്ക് അവസരം അല്ലാഹു തആല തുറന്നിട്ടിട്ടുണ്ട്. ഭൗതിക ശാസ്ത്രപരമായ കാര്യങ്ങളിലൊക്കെ ഓരോ കാലത്തെ അറിവിൻ്റെ വികാസത്തിനനുസരിച്ച് മനുഷ്യൻ്റെ ചിന്തകളും വികസിക്കും. ആ വികസിത ചിന്തകളോടൊപ്പം ഖുർആനിൻ്റെ ആയത്തുകളെ വിശദീകരിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് അഹ്കാമുകളും ശരീഅത്തിൻ്റെ വിധിവിലക്കുകളുമാണെങ്കിൽ അത് ഫിഖ്ഹിൻ്റെ അടിസ്ഥാനത്തിലും, അതല്ലാതെ ഭൗതിക ശാസ്ത്രപരമായ കാര്യങ്ങളാണ് ഖുർആൻ പ്രതിപാദിക്കുന്നതെങ്കിൽ അതിൽ ആധുനിക ഭൗതിക ശാസ്ത്ര ഗവേഷണങ്ങളെ
അവലംബിച്ചുകൊണ്ട് അതേസമയം അതിന് ഉസൂലു തഫ്സീറുണ്ട്. ആ തഫ്സീറിൻ്റെ ഉസൂലുകളിൽ നിന്ന് പുറത്തു പോകാത്ത വിധം അതിലെ ചിന്തകൾക്കുള്ള സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അത് വിശദീകരിച്ചാൽ ജനങ്ങൾക്ക് സരളമായും അതേസമയത്ത് ആഴത്തിലുള്ളതുമായ ഖുർആൻ പഠനം സാധിക്കും. മുസ്ലിം ലോകത്ത് അത്തരം ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഇന്നും അത് അഭംഗുരം തുടരുന്നുമുണ്ട്. പരിണാമവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനെ യാഥാർത്ഥ്യമാണെന്ന് കരുതാം. ഒരു വിശ്വാസി അതിനെ മൗലികപരമായും അടിസ്ഥാനപരമായും ശരീഅത്തിന് വിരുദ്ധമാവാത്തിടത്തോളം കാലം അതിനെ എതിർക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരവുമുണ്ട്. കാരണം ശരീഅത്തിന് വിരുദ്ധമാവാത്ത കാലത്തോളം എന്ന് പറയുമ്പോൾ ശരീഅത്തിന് വിരുദ്ധമാവാത്ത ഒന്നിനെയും നമ്മൾ തള്ളേണ്ടതില്ല. തള്ളേണ്ടതുണ്ടോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. പരിണാമവാദത്തെ നമ്മൾ തള്ളേണ്ടതുണ്ടോ? അവിടെ തന്നെ ശരീഅത്തിന് വിരുദ്ധമാവാത്ത കാലത്തോളം എന്ന ചോദ്യത്തിലെ തന്നെ ഭാഗം അതിൻ്റെ ഉത്തരമാണ്. അത് പരിണാമവാദത്തെപ്പറ്റി മാത്രമല്ല, ഒരു ശാസ്ത്രീയ നിഗമനങ്ങളെയും അത് ശരീഅത്തിന് വിരുദ്ധമാവാത്ത കാലത്തോളം തള്ളിക്കളയേണ്ട ബാധ്യത മുസ്ലിമിനില്ല. അതേസമയത്ത് അത് സ്വീകരിക്കണോ വേണ്ടേ എന്നതാണ് ചോദ്യം, പ്രസക്തമാവുന്ന ചോദ്യം. അത് ശരീഅത്തിന് വിരുദ്ധമല്ലാത്ത ഏതൊരു ശാസ്ത്രീയ അന്വേഷണവും സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ശാസ്ത്രമേഖലയിലുള്ള ആളുകൾ തന്നെയാണ്. ശാസ്ത്രമേഖലയിലുള്ള ആളുകളെന്ന് പറയുമ്പോൾ അവർ മുസ്ലിങ്ങളാവാം, അല്ലാത്തവരാകാം, ഇസ്ലാമിക പണ്ഡിതന്മാരാവാം, അല്ലാത്തവരാവാം. അത് ഒരു ശാസ്ത്രീയ വസ്തുത എന്ന രീതിയിൽ, ശാസ്ത്രവസ്തുത എന്ന രീതിയിൽ അതിനെപ്പറ്റി തീർപ്പ് പറയേണ്ടത് അവരാണ്. പക്ഷേ ശരീഅത്തിന് വിരുദ്ധമാണെങ്കിൽ പിന്നെ അവരുടെ തീർപ്പ് മാത്രം പോരാ. ശരീഅത്തിന് വിരുദ്ധമായത് ആര് തീർപ്പ് പറഞ്ഞാലും മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പരിണാമത്തെപ്പറ്റി എക്സ്ക്ലൂസീവായാണ് ചോദിക്കുന്നതെങ്കിൽ പരിണാമവാദം, എവല്യൂഷൻ തിയറി, ഇത് ചാൾസ് ഡാർവിൻ്റെ പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ജന്തുജാലങ്ങൾ അതിൻ്റെ പൂർവികരിൽ നിന്ന് അല്ലെങ്കിൽ പൂർവ്വവർഗങ്ങളിൽ നിന്നൊക്കെ പരിണമിച്ചു വന്നതായിരിക്കാം എന്ന സാധ്യത പറഞ്ഞ മുസ്ലിം പണ്ഡിതന്മാരുമുണ്ട്. നേരത്തെ തന്നെ പലരും ഇത്തരം ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇബ്നുൽ അറബി തങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഇബ്നു ഖൽദൂനെ പോലെ പലരും അതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിണാമവാദത്തെ 100% തള്ളിക്കളയേണ്ട കാര്യം മുസ്ലിങ്ങൾക്കില്ല. മറിച്ച് ശരീഅത്തിന് വിരുദ്ധമാവുക എന്ന ഒരാശയം വരുന്നത് മനുഷ്യ പരിണാമത്തിലാണ്. മനുഷ്യൻ അഥവാ ആദിമ മനുഷ്യൻ, നമുക്കറിയാം നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളൊക്കെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവരാണ്. ഈ ഒരു പ്രക്രിയയാണ് മനുഷ്യ ജന്മത്തിൽ ലോകത്ത് നിലനിൽക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്. അതിൻ്റെ ഒരു അപവാദം ഈസാ അലൈഹിസ്സലാം മാത്രമാണ്. ബാക്കി എല്ലാ മനുഷ്യരും ഒരു ആദിമ മനുഷ്യനിൽ നിന്നു തന്നെ പ്രത്യുൽപാദനത്തിലൂടെ ഉണ്ടായി വരുന്നതാണ്. പക്ഷേ ഈ ആദിമ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, അവിടെയാണ് വിഷയമുള്ളത്. അതിന് ശേഷമുള്ളിടത്ത് വിഷയമില്ല. ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാം അത് മറ്റേതെങ്കിലും ജീവവർഗത്തിൻ്റെ പരിണാമത്തിൻ്റെ തുടർച്ചയാണോ, അതല്ല വ്യതിരിക്തമായ ഒരു സൃഷ്ടിയാണോ? അത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും നസ്സുകളനുസരിച്ച് തന്നെ ബിമാ ഖലഖ്തു ബി യദയ്യ എന്ന അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞതാണ്. ഒരു സവിശേഷമായ സൃഷ്ടിയായി അല്ലാഹു തആല സൃഷ്ടിച്ചതാണ് ആദം അലൈഹിസ്സലാമിനെ. അതുകൊണ്ട് ആദം നബി ഒരു പരിണാമത്തിൻ്റെ തുടർച്ചയിൽ വരുന്ന ഒരു കണ്ണിയല്ല, ആ എവല്യൂഷൻ ട്രീയിലെ ഒരംഗമല്ല ആദം നബി അലൈഹിസ്സലാം. മറ്റു ജന്തുജാലങ്ങൾ പരിണാമത്തിൻ്റെ ഭാഗമാണോ അല്ലേ എന്ന് അന്തിമമായി പറയേണ്ടത് ശാസ്ത്രമാണ്. ഇവിടെ നസ്സ് കൃത്യമായി പറയുന്നത് കൊണ്ട് മുസ്ലിം ലോകത്തിന് ആദം നബി അലൈഹിസ്സലാം പരിണാമത്തിൻ്റെ ഭാഗമല്ല എന്ന് ഉറച്ചു പറയേണ്ടി വരും. പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥാപിതമായ ഘടനയെ ഖുർആനുമായി ചേർത്ത് നിർത്തി വിവരിക്കുന്ന ധാരാളം പണ്ഡിതന്മാരെ കാണാൻ കഴിയും. ഇമാം ഗസാലി തങ്ങളെ പോലുള്ളവർ ഭൂമി ഗോളാകൃതിയിലാണെന്നുള്ള വാദക്കാരാണ്. അതുപോലെ തന്നെ ഇമാം മഹല്ലിയെ പോലുള്ളവർ ഖുർആൻ ഭൂമി പരന്നതാണെന്നുള്ള വാദക്കാരാണ്. യഥാർത്ഥത്തിൽ ഖുർആനിലെ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ? ഇതിനെ ഒരു തെറ്റാണെന്ന് അവർ പറഞ്ഞ ഒരു സംഗതി തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധ്യമാണോ? ഇല്ല. ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്നതിന് അന്തിമമായ ഒരു ഉത്തരം ഇന്നും ശാസ്ത്രത്തിലും അത്ര കൃത്യമല്ല. ഭൂമി ഗോളാകൃതിയിലാണെന്ന് നമ്മൾ പറയുമ്പോഴും അത് 100% ഒരു വൃത്താകൃതിയിലുള്ള ഗോളം അല്ല
അതൊരു അണ്ഡാകൃതിയിലുള്ള ഗോളം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഭൂമിയുണ്ട്, അതേ സമയത്ത് ഭൂമിക്ക് പുറത്തു നിന്ന് നിരീക്ഷിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ഭൂമിയുമുണ്ട്. ജീവിത ആവശ്യത്തിന് വേണ്ടി ഭൂമി അല്ലാഹു തആല പരത്തി തന്നിട്ടുണ്ട്. അതാണ് ഖുർആൻ പലയിടത്തും മദ്ദൽ അർള എന്നൊക്കെ പറയുന്നത്. ഭൂമിയെ അങ്ങനെ പരത്തി തരുന്നു എന്നതിലെ കൗതുകം തന്നെ അത് നേരത്തെ പരന്നതല്ലാതിരിക്കുമ്പോഴാണ് ബോധ്യപ്പെടുക. കാരണം അള്ളാഹുവിനെ എങ്ങനെയും സൃഷ്ടിക്കാം. പരന്ന ഭൂമിയെ, ഗോളാകൃതിയിലുള്ള ഭൂമിയെ, ചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ ത്രികോണാകൃതിയിലുള്ള ഷഡ്ഭുജം, പല ഭുജത്തിലുമായി അള്ളാഹുവിന് ഭൂമിയെ സൃഷ്ടിക്കാം. അതിൽ ഒരു പരന്ന ഭൂമി എന്നതിന് അത് പ്രത്യേകമായി കൗതുകകരമായി മാറുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഗോളാകൃതിയിലുള്ള ഭൂമി നിങ്ങൾക്ക് ജീവിക്കാൻ, നിങ്ങൾ ഇടപെടുന്നിടത്തൊക്കെ പരന്നതാണ്. അതാണ് അതിൻ്റെ സവിശേഷത തന്നെ. അപ്പോഴാണ് ഇതൊരു നിഅമത്തായി അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറയേണ്ടത്. അല്ലെങ്കിൽ സൃഷ്ടാവായ അള്ളാഹുവിനെ എങ്ങനെയും അത് സൃഷ്ടിക്കാമല്ലോ. അപ്പം യഥാർത്ഥത്തിൽ ഗോളാകൃതിയിൽ തന്നെ ആയിരിക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ അത് പരത്തി തന്നു. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശൂ ഫീ മനാകിബിഹാ. നിങ്ങൾക്ക് നടക്കാൻ പാകത്തിൽ നിമ്നോന്നതികളിൽ എവിടെയും നിങ്ങൾക്ക് കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു ഭൂമി ഉണ്ടാക്കി തന്നു. ഇത് നിങ്ങളുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമാണ്. അതേ സമയത്ത് ഭൂമിയെ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരു പ്ലാനറ്റ് എന്ന നിലയ്ക്ക് അങ്ങനെ വരുമ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് മനസ്സിലാകുന്ന വിവിധ ആയത്തുകൾ ഖുർആനിലുണ്ട്. ഉദാഹരണത്തിന് അല്ലാഹു തആല പറയുന്നത് യുകവ്വിറുൽ ലൈല അലൻ നഹാർ വയുകവ്വിറുൻ നഹാർ അലൽ ലൈൽ. കവ്വറ എന്ന് പറയുമ്പോൾ തന്നെ തലയിൽ കെട്ടൊക്കെ തലയെ ചുറ്റിക്കെട്ടുന്നതിനാണ് പറയുക, തക്വീറുൽ ഇമാമ. അപ്പോൾ അതുപോലെ ഒരു വൃത്താകൃതിയിലുള്ള ഭൂമി അല്ലാഹു തആല സൂചിപ്പിക്കുന്നത് ഭൗമ അന്തരീക്ഷത്തിൽ വരുന്ന അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങളാണ് പകലും രാത്രിയുമൊക്കെ. ഇതൊക്കെ റൗണ്ടിലാണ് വരുന്നത്. ഒരിടത്ത് നിന്ന് പകല് പിൻവലിയുമ്പോൾ മറുഭാഗത്ത് രാത്രി ഇങ്ങനെ വരുന്ന ഒരു മനോഹരമായ ദൃശ്യവും ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. യത്ലുബുഹു ഹസീസ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ പുറത്തു നിന്ന് നോക്കുന്ന ഭൂമി ഉരുണ്ടതാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നോക്കുമ്പോൾ നടന്നു പോകുന്ന ഭൂമി പരന്നതാണ്. അൽ അർള് എന്ന ഭൂമിയെപ്പറ്റി ഖുർആൻ പറയുന്നതൊക്കെയും ഈ ഭൂമിയിലെ ചില ടെറിറ്ററികളെ പറ്റിയാണ്. മൊത്തം ഭൂമി എന്ന പ്ലാനറ്റിനെ പറ്റിയല്ല. എത്രയോ സ്ഥലത്ത് ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ലൂത്ത് അലൈഹി സ്വലാമിനെയൊക്കെ ഇലൽ അർദിൽ മുഖദ്ദസ അല്ലെങ്കിൽ ഇലൽ അർദില്ലത്തി ബാറക്നാ ഫിഹ, അത് മൊത്തം ഭൂമി എന്ന പ്ലാനറ്റിലേക്ക് കൊണ്ടുപോയതല്ല, ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റിയാണ്. അപ്പം ഭൂമിയിലെ ഒരു ടെറിറ്ററി, ഒരു പ്രദേശം എന്നതാണ് പരന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തം ഭൂമി എന്ന പ്ലാനറ്റാണ് ഉരുണ്ടത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ഓരോ ഇമാമിങ്ങളും ഓരോ വശം എടുത്ത് സംസാരിച്ചു എന്നേയുള്ളൂ. പിന്നെ ഖുർആനെ വ്യാഖ്യാനിക്കുമ്പോൾ അതതു കാലത്തെ ശാസ്ത്രീയമായ അറിവുകൾ, നമ്മൾ കഴിഞ്ഞ ചോദ്യോത്തരത്തിൽ പറഞ്ഞതുപോലെ തന്നെ അത് ശരീഅത്തിന് വിരുദ്ധമായി ബോധ്യപ്പെടാത്ത കാലത്തോളം ആ ശാസ്ത്ര അറിവുകൾ അതതു കാലത്തെ ഇമാമിയങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് ഒരാൾ പറഞ്ഞത് തെറ്റെന്നോ മറ്റൊരാൾ പറഞ്ഞത് മാത്രം ശരിയെന്നോ പറയാൻ പറ്റില്ല. അത് ആ കാലഘട്ടത്തിലെ അറിവിനനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങളാണ്. ആ അറിവുകൾ മാറുമ്പോൾ അവരുടെ വ്യാഖ്യാനവും സ്വാഭാവികമായും മാറും. ക്വാണ്ടം എക്സ്പെരിമെൻറ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന ധാരാളം എക്സ്പെരിമെൻറ്റുകളുണ്ടല്ലോ. ഈ ഷോണ്ടിഞ്ചർ കാറ്റ് തിയറി എന്ന് പറയുന്നത് ഒരേ സമയം പൂച്ച ജീവിക്കാനും മരണപ്പെടാനുമുള്ള ഒരു സാധ്യതയാണുള്ളത്. ഇതിനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമ്മുടെ ഇസ്ലാമിക ദർശനങ്ങളായ ഈ സ്വർഗത്തിലെ കാര്യങ്ങൾ, അതുപോലെ നരകം, പുനർജന്മം, ഈ യൗമുൽ ആഖിറ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു സമൂഹമാണ്. ഈ ട്രോളന്മാരൊക്കെ അതിനെ ട്രോളി വലിയ രീതിയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ട്രോളന്മാരോട് മറുപടി പറയേണ്ട ബാധ്യത നമുക്കില്ല. ചിലപ്പോൾ നമ്മൾ മറുപടി പറഞ്ഞാൽ അത് മറ്റൊരു ട്രോളിനുള്ള വിഷയമാവുകയേ ഉള്ളൂ. അത് ഓരോരുത്തർക്കും ഒരു തൊഴിൽ ഈ ലോകത്തുണ്ട്. അത് ചിലപ്പോൾ ഏതെങ്കിലും മേഖലയിൽ നമ്മളും ആരെങ്കിലും ട്രോളുന്നുണ്ടാകും, അറിഞ്ഞോ അറിയാതെയോ. അത് അവരവരുടെ ജോലി ചെയ്യുന്നു എന്നേയുള്ളൂ. അതിനെ നമ്മൾ വിമർശിക്കാനോ അംഗീകരിക്കാനോ പോകുന്നില്ല. മറിച്ച് സംഗതികളുടെ വസ്തുതകളെ പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങളുടെ ചോദ്യത്തിൽ പറഞ്ഞ കാര്യം കൗതുകകരമാണ്. എന്തു കേട്ടാലും ശാസ്ത്രമാണെങ്കിൽ അപ്പാടെ വിഴുങ്ങാൻ തയ്യാറുള്ളവർക്ക്, മതമാണെങ്കിൽ എല്ലാറ്റിനും കാര്യകാരണ ബന്ധങ്ങളുണ്ടാവണം എന്നൊരു വാശി. ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കില്ലെന്ന ദുർവാശി കൊണ്ടോ ആണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം ഇസ്ലാമിൻ്റെ കാര്യം, മതത്തിൻ്റെ കാര്യം ആദ്യം തന്നെ മതം തീർത്തു പറഞ്ഞതാണ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്.
കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസങ്ങൾ രൂപപ്പെടേണ്ടത്. കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടേണ്ടത് ശാസ്ത്രമാണ്. മതകാര്യങ്ങൾ പ്രവാചകൻ്റെ സത്യസന്ധതയിൽ നിന്നാണ് ബോധ്യപ്പെടേണ്ടത്. പ്രവാചകൻ സത്യസന്ധനാണെന്ന് അംഗീകരിക്കുന്നവൻ മാത്രമേ മതത്തിൻ്റെ ഉള്ളിൽ കയറുന്നുള്ളൂ. അങ്ങനെ അംഗീകരിച്ച ഒരാൾക്ക് പിന്നെ പ്രവാചകൻ പറയുന്ന ഓരോന്നും കാര്യകാരണ സഹിതം ബോധ്യപ്പെടണമെന്ന് പറഞ്ഞാൽ അത് ഈമാനിനെതിരാണ്, പ്രവാചക വിശ്വാസത്തിനെതിരാണ്. ഇപ്പോൾ പ്രവാചകനായി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്നെ അള്ളാഹുവോട് കൈഫ തുഹയിൽ മൗത്ത റബ്ബി അരിനി കൈഫ തുഹയിൽ മൗത്ത, ഇഹ്യാ ഉൽ മൗത്തയുടെ മരിച്ചവരെ ജീവിപ്പിക്കുന്നതിൻ്റെ ആ പ്രോസസ്സ് അത് കാണിച്ചു തരണമെന്ന് പറയുമ്പോൾ അള്ളാഹു തആല ചോദിച്ച ഇബ്രാഹിം നബിക്കും അറിയാം, ചോദിക്കപ്പെട്ട അള്ളാഹുവിനും അറിയാം. പക്ഷേ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അള്ളാഹു തആല ഉടനെ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, അവലം തുഅ്മിൻ, ഇബ്രാഹിമെ നീ വിശ്വാസിയല്ലേ, വിശ്വസിച്ചിട്ടില്ലേ, പിന്നെ എന്തിനാ പ്രോസസ്സ് അറിയേണ്ട കാര്യം? അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം വിവരിക്കുന്നു, വിശ്വാസത്തെ ബാധിക്കുന്ന ചോദ്യമല്ല എൻ്റേത്, എനിക്ക് വിശ്വാസത്തിനൊരു കുഴപ്പമില്ല, മറിച്ച് വലാകില്ലി യത്മഇന്ന ഖൽബി, എങ്ങനെയാണ് ഒരു കാര്യം നടക്കുന്നത് എന്നറിയുമ്പോൾ കിട്ടുന്ന ഹൃദയത്തിൻ്റെ ഒരു സമാധാനമുണ്ട്. വിശ്വസിച്ചാലും അത് എങ്ങനെ നടക്കുന്നു എന്നറിയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, അത് വിശ്വാസിക്ക് ആകാവുന്നതാണ്, അന്വേഷിക്കാവുന്നതാണ്. എന്നല്ലാതെ കാര്യങ്ങളുടെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വേർതിരിച്ചറിഞ്ഞെങ്കിലേ വിശ്വസിക്കൂ എന്ന് ക്ഷണിക്കുന്നത് ഈമാനല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ യുഅ്മിനൂന ബിൽ ഗൈബാണ്. ഭൗതിക കാര്യകാരണങ്ങളുടെ പിൻബലമൊന്നുമില്ലാതെ തന്നെ പ്രവാചകൻ പറഞ്ഞു എന്നതുകൊണ്ട് ഇൻ ഖാല ഫഖദ് സ്വദഖ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിശ്വാസങ്ങളെ പറ്റി പറഞ്ഞതുപോലെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഈമാൻ. അതുകൊണ്ട് ആഖിറത്തിൻ്റെ കാര്യങ്ങൾ, ഉഖ്റവിയായ കാര്യങ്ങളൊന്നും ഭൗതിക അളവുകോലുകളിലൂടെ തെളിയിക്കപ്പെടേണ്ടതല്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ട്രോളുകയും പരിഹസിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ക്വാണ്ടം ഫിസിക്സിലെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അതേപ്പറ്റി പറയുമ്പോൾ പറയും അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല, പക്ഷേ വസ്തുത അങ്ങനെയാണ്, അത് എക്സ്പെരിമെൻറ്റുകൾ കൊണ്ട് ചിലപ്പോൾ തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ റിസൾട്ട് അങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ക്വാണ്ടം ടണലിങ്ങിന് അടക്കം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ തൊട്ട് മുമ്പ് ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടുന്നതൊക്കെ ഇത്തരം ചില എക്സ്പെരിമെൻറ്റുകൾക്കാണ്. ക്വാണ്ടം തിയറിയിലെ അതൊന്നും 100% ഭൗതികമായി വിശദീകരിക്കാൻ കഴിയില്ലെന്ന് അവർ പറയുമ്പോഴും അതിനെ ശാസ്ത്രലോകം അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് ക്വാണ്ടം ഫിസിക്സിലും ക്വാണ്ടം മെക്കാനിക്സിലും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഷ്രോഡിംഗറിൻ്റെ കാറ്റ് അത് ജീവിക്കുന്നോ മരിക്കുന്നോ എന്നതല്ല വസ്തുത, നമ്മളതിനെ നിരീക്ഷിക്കുമ്പോൾ അതവിടെ മാത്രമല്ല ഒരു സബ് ഇലക്ട്രോണിക്കൽ പാർട്ടിക്കിളിലേക്കൊക്കെ ചെന്നാൽ ഇങ്ങനത്തെ ഒരു അത്ഭുത ലോകമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു ഇലക്ട്രോൺ അതിനെ മറ്റൊരാൾ നിരീക്ഷിക്കുമ്പോൾ അത് പെരുമാറുന്നത് പോലെയല്ല നിരീക്ഷിക്കാത്തപ്പോൾ പെരുമാറുന്നത്. എങ്ങനെ ഞാൻ നിരീക്ഷിക്കപ്പെടുന്നു എന്നത് ആ ഇലക്ട്രോണിന് മനസ്സിലാവുന്നു എന്നതൊക്കെ ഒരത്ഭുതം തന്നെയാണ്. ഇത് നമുക്ക് മാത്രമല്ല, ഐൻസ്റ്റൈനെ പോലെ ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞന് ഒരു വേള ഇതിൻ്റെയൊക്കെ ഏറ്റവും ഉന്നതിയിലുണ്ടായിരുന്ന ആളുകൾ അവർക്ക് പോലും ഇതൊക്കെ ദുരൂഹമായി നിന്നതുകൊണ്ടാണ് അവർ ദൈവം പകിട കളിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐൻസ്റ്റൈൻ തന്നെ ഒരു വേള ഇതിനെ നിഷേധിക്കുകയും അതേ സമയത്ത് നീൽ ബോർ പോലുള്ളവർ ഐൻസ്റ്റൈനുമായി തർക്കിച്ചുകൊണ്ട് അവസാനം ബോറായിരുന്നു ശരി, ഐൻസ്റ്റൈൻ തെറ്റായിരുന്നു എന്ന് പറഞ്ഞാണ്, ഐൻസ്റ്റൈൻ വാസ് റോങ് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള ഫിസിക്സിൻ്റെ നൊബേൽ പ്രൈസ് 3 ശാസ്ത്രജ്ഞന്മാർ പങ്കിട്ടെടുത്ത എക്സ്പെരിമെൻറ്റിനെ ലോകം വിലയിരുത്തിയത്. എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റൈന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ദുരൂഹമാവുകയാണ് ചിലപ്പോൾ ക്വാണ്ടം ഫിസിക്സിൻ്റെ മേഖല. പക്ഷേ എന്നാലും അത് വിശ്വസിക്കാൻ ആളുണ്ട്. കാരണം നമ്മളും അത് വിശ്വസിക്കുകയാണ്. അതിൻ്റെ സ്വാഭാവികതകൾ ഇനിയിപ്പോൾ ബ്ലാക്ക് എനർജി ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ബ്ലാക്ക് മാറ്റർ ആണെങ്കിലുമൊക്കെ ഇതൊക്കെ പ്രപഞ്ചത്തിലുണ്ട് എന്ന് ശാസ്ത്രം അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതിന് എക്സ്പെരിമെൻ്റ് കൊണ്ട് തെളിയിക്കാൻ കഴിയില്ലെന്നും അവർ പറയുന്നു. അപ്പോൾ അത്തരം മേഖലകളൊക്കെ വിശ്വസിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ ഗൈബിൻ്റെ കാര്യത്തിലെത്തുമ്പോൾ അഥവാ പ്രവാചകന്മാർ പറയുന്ന ഈ പ്രപഞ്ചത്തിനപ്പുറമുള്ള ഒരു ലോകം അവിടെ പറ്റി പറയാൻ വഹീൻ്റെ അറിവിന് മാത്രമേ സാധിക്കുള്ളൂ. ആ വഹീൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവരതിനെ പരിഹസിക്കുന്നത് ദുരൂഹമാണ്, അത് വൈരുദ്ധ്യാധിഷ്ഠിതമാണ്. പക്ഷേ അതിനുള്ള തൗഫീഖ് മുഅ്മിനീങ്ങൾക്കേ ഉണ്ടാവൂ എന്നതുകൊണ്ട് നമുക്കവരോട് വിരോധമൊന്നുമില്ല. അവരവരുടെ ജോലി ചെയ്യുന്നു എന്ന് മാത്രം. ലോകത്തെ മുഴുവൻ ആളുകളും വിശ്വാസികളാകുമെന്ന മൗഢ്യമായ ധാരണയൊന്നും
ഇസ്ലാമിനില്ല. പ്രവാചകനോട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കർശനമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വിശ്വാസികളാകുമെന്ന് തങ്ങൾ ധരിക്കേണ്ടതില്ല, അങ്ങനെയൊന്നും സാധ്യമല്ല. അതുകൊണ്ട് കുറേ ആളുകൾ ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ വിശ്വാസികൾക്ക് ഇതിലൊന്നും യാതൊരു അത്ഭുതവുമില്ല. കാരണം കൃത്യമായും അള്ളാഹുവിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകന്മാർ സംസാരിക്കുന്നതെന്ന് അവർക്കറിയാം. അതവരുടെ ബോധ്യമാണ്. അള്ളാഹുവിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഒരു പ്രവാചകനും ഒരു തെറ്റും പറ്റുകയില്ലെന്ന് മുസ്ലിങ്ങൾക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. പാരൽവേഴ്സ് മൾട്ടിവേഴ്സ് ചർച്ചകളൊക്കെ ഇന്നത്തെ സിനിമകളിലൊക്കെ നമുക്ക് കാണാം. അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഈ എലോൺ മസ്ക് അന്യഗ്രഹ ജീവികളുമായി സംവദിക്കുന്നു എന്ന വാർത്തയൊക്കെ വളരെ വൈറലാണല്ലോ. അങ്ങനെ അന്ധമായി വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ നമ്മുടെ ഇസ്ലാമിക ദർശനങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്? സയൻസിൽ കുറേ ഫിക്ഷനുകളുണ്ട്. നിങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്യുമെൻ്ററികളിലോ ഫിലിമുകളിലോ ഒക്കെ ഫിക്ഷനുകളായിട്ട് വരുന്ന പലതും ഉണ്ടാകാം. ഇതെല്ലാം ശാസ്ത്ര സത്യങ്ങളല്ല, പക്ഷേ ശാസ്ത്രഭാവനകളാണ്. ഈ ഭാവനകളിൽ ചിലതൊക്കെ പിൽക്കാലത്ത് ശരിയായി വരാം. അന്വേഷണത്തിനുള്ള വാതിൽ തുറന്നിട്ടത് ഇത്തരം ഭാവനകളായിരിക്കാം. അതുകൊണ്ട് ഫിക്ഷനുകളെയും അത്തരം ഭാവനകളെയും നമുക്ക് പൂർണ്ണമായി നിരാകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് ശാസ്ത്ര സത്യമായി അവതരിപ്പിക്കപ്പെടുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ മൾട്ടിവേഴ്സ് പോലുള്ളതിൻ്റെ സാധ്യത ഇസ്ലാം ഒരിക്കലും തള്ളിക്കളയുന്നില്ല. കാരണം ഖുർആൻ തുടങ്ങുന്നത് തന്നെ ബിസ്മിക്ക് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വായിക്കപ്പെടുന്ന ഖുർആനിൽ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് അതാണ്. അപ്പം അതായത് ഖുർആൻ്റെ ക്രമത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ ആ റബ്ബുൽ ആലമീൻ ഒരു ലോകമല്ല, ഒരുപാട് ലോകങ്ങളെ പറ്റിയാണ്, മൾട്ടിവേഴ്സിനെ പറ്റി തന്നെയാണ് ഖുർആൻ പറയുന്നത്. അതേ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന, മനുഷ്യരനുഭവിക്കുന്ന ഒരു പ്രപഞ്ചം, അതാണ് അസ്സമാവാത്തു വൽ അർദ്. അതാണ് ഖുർആൻ മനുഷ്യനോട് അഭിസംബോധന ചെയ്യുമ്പോൾ കൂടുതലും പറയുന്നത് അസ്സമാവാത്തു വൽ അർദാണ്. നമ്മുടെ മുമ്പിലുള്ളത് ഈ ഭൂമിയും ഈ ഭൂമിയെ വലയം ചെയ്തു നിൽക്കുന്ന ആകാശങ്ങളുമാണ്. അതൊരു യൂണിവേഴ്സാണ്. ഇനി അതിലപ്പുറം വേറെയും നമുക്ക് പിടികിട്ടാത്ത, ഇന്നോളം നമ്മുടെ അറിവുകളെ പൂർണ്ണമായി അറിവുകൾ ഉപയോഗിച്ച് നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത വേറെയും ലോകങ്ങളുണ്ട് എന്ന സൂചനയാണ് അൽ ആലമീൻ, അൽ ആലമൂൻ എന്നൊക്കെ ഖുർആൻ പറഞ്ഞ. അതുകൊണ്ട് അത്തരം ഒരു മൾട്ടിവേഴ്സ് തിയറിയെ ഇസ്ലാമിന് അന്യമായി കാണേണ്ട കാര്യമില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം ശാസ്ത്രീയമായി അത് തെളിയിക്കപ്പെട്ടതാണ് എന്ന് പറയാൻ കഴിയില്ല. ശാസ്ത്രലോകത്തെ ചർച്ചകളാണ് മൾട്ടിവേഴ്സ് അല്ലെങ്കിൽ തിയറി എന്നൊക്കെ പറയുന്ന വിവിധ ലോകങ്ങളുണ്ടാവാനുള്ള സാധ്യതകളെ പറ്റിയുള്ള. അങ്ങനെയുള്ള ലോകത്ത് അന്യഗ്രഹജീവികളുണ്ടോ, അതല്ല അന്യഗ്രഹജീവികൾ ഈ പറയുന്ന യൂണിവേഴ്സിൽ തന്നെയാണോ, പുറത്തുണ്ടോ ഇല്ലേ, ഇതൊന്നും നമുക്ക് ഖണ്ഡിതമായി പറയാൻ ഇന്നും തെളിവുകളൊന്നുമില്ല. എലോൺ മസ്കിനെയൊക്കെ ഇതിലേക്ക് ചേർത്ത് പറയുന്നത് കുറച്ച് അതിഭാവുകത്വമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹവും സാധാരണ ഇവിടെ ജീവിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനോ ഒരു ഒരു റിസർച്ചറോ തന്നെയാണ്. അതിൽ ഓരോരുത്തർക്കും കഴിവുകളിൽ വ്യത്യാസമുണ്ടാകും എന്നതല്ലാതെ അന്യഗ്രഹജീവിയാണെന്നോ അല്ലെങ്കിൽ അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ടിടുന്നുണ്ടോ എന്നതിനോ അദ്ദേഹം തന്നെ അത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കാത്ത സ്ഥിതിക്ക് അതൊക്കെ കുറച്ച് അതിഭാവുകത്വങ്ങളായിരിക്കാനാണ് സാധ്യത. ശാസ്ത്രം അൾട്ടിമേറ്റ് ട്രൂത്ത് ആണെന്ന് പറയുന്ന വാദം തന്നെ ഒരു സൂഡോ സയൻസ് ആണല്ലോ. യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ അപ്പോസ്തലത്വം ചമയുന്നവരും യുക്തി അധിഷ്ഠിതമാക്കി ശാസ്ത്രമാത്ര വാദം ഉന്നയിക്കുന്നവരുമല്ലേ യഥാർത്ഥത്തിൽ സൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്നത്? ശാസ്ത്രമാത്രവാദം എന്ന ആ ഒരു സയൻറ്റിസം അത് യഥാർത്ഥത്തിൽ ശാസ്ത്രം തന്നെ അംഗീകരിക്കുന്നില്ല. അത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഏർപ്പാടാണ്. ശാസ്ത്രജ്ഞന്മാരൊക്കെയും അംഗീകരിക്കുന്നത് പൊതുവേ ശാസ്ത്രത്തിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്, അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നത് മാത്രമാണ്. അല്ലാതെ എല്ലാം ശാസ്ത്രത്തിന് അറിയാമെന്നും ശാസ്ത്രത്തിന് അറിയുന്നതേ യാഥാർത്ഥ്യമുള്ളൂ എന്നും ശാസ്ത്രം ഒരിക്കലും, ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കൾ പറയുന്നില്ല. എന്നാൽ തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. ഒരുപാട് എക്സ്പെരിമെൻറ്റുകളിലൂടെ, അനുഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളിൽ ഒന്നിനു പോലും വിശുദ്ധ ഖുർആനോ ഇസ്ലാമോ എതിരല്ല. മറിച്ച് തെളിയിക്കപ്പെടാത്ത കേവലം ചിന്തകളോ ധാരണകളോ, നേരത്തെ പറഞ്ഞ പരിണാമവാദം പോലുള്ളത്, മനുഷ്യപരിണാമം എന്നത് 100% തെളിയിക്കപ്പെട്ട ഒരു ശാസ്ത്ര സത്യമല്ല. അതുപോലുള്ള കേവലം നിഗമനങ്ങൾ, സാധ്യതകൾ മാത്രമാണ് അവർ പറയുന്നത്. ആ സാധ്യതയിൽ ഖുർആൻ പറയുന്നത് പോലെയുള്ള
മനുഷ്യൻ്റെ ആ ഒരു പരിണാമത്തിൻ്റെ ഘട്ടത്തിൽ മാത്രം ദൈവത്തിൻ്റെ ഒരു കൈകടത്തൽ ഉണ്ടാവുന്നതിന് ഒരു വിരോധവുമില്ല. ഇത്തരം കൂട്ടിച്ചേർക്കാവുന്ന ശാസ്ത്രവും മതവും യോജിച്ചു പോകാവുന്ന മേഖലകളെപ്പോലും അതിനനുവദിക്കാതെ ശാസ്ത്രം പറയുന്നത് മാത്രമാണ് ശരി, അവിടെ മതം ഇടപെടേണ്ടതില്ല എന്ന വാശി പിടിക്കുന്ന ഈ ഒരു സയൻറ്റിസം, അതിന് ശാസ്ത്രലോകത്തിൻ്റെ തന്നെ പിന്തുണയില്ല. ഇനി അഥവാ ശാസ്ത്രമാത്രവാദം അംഗീകരിക്കുകയാണെന്ന് വന്നാൽ ഏതു ശാസ്ത്രത്തെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? ഓരോ കാലഘട്ടത്തിലും അതിനു മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനങ്ങൾ തിരുത്തിയാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. ഉദാഹരണത്തിന് ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന സർ ഐസക് ന്യൂട്ടൻ അവതരിപ്പിച്ച ഗ്രാവിറ്റി അല്ല ആൽബർട്ട് ഐൻസ്റ്റൈനിലേക്ക് വരുമ്പോൾ അദ്ദേഹം അതിന് സ്പേസ് ടൈം കർവേച്ചർ എന്ന് പറഞ്ഞ പുതിയൊരു രീതിയിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ന്യൂട്ടൻ പറഞ്ഞ ആ ഗുരുത്വാകർഷണം എന്നത് 100% തെറ്റാണ് എന്നും അങ്ങനെ ഒരു ആകർഷണം നടക്കുന്നില്ല എന്നും തന്നെയാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ. അപ്പം ന്യൂട്ടന് ശേഷം 2-3 നൂറ്റാണ്ടുകൾക്ക് ശേഷം 250 കൊല്ലങ്ങൾക്ക് ശേഷം വരുന്ന ഐൻസ്റ്റീൻ വരുന്നത് വരെയുള്ള കാലത്തെ ശാസ്ത്രം ന്യൂട്ടൻ പറഞ്ഞതായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ അത് വിശ്വസിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ശാസ്ത്രമാത്രവാദം ശരിയാണെന്ന് വന്നാൽ നമുക്ക് ന്യൂട്ടൻ പറഞ്ഞത് മാത്രം ശരിയാണെന്ന് പറയേണ്ടി വരും. ഇനിയിപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞത് അന്തിമമായി ശരിയാവണം എന്നൊന്നുമില്ല. മറ്റൊരു ഐൻസ്റ്റൈൻ വന്ന് ഇത് തിരുത്തൂല എന്നൊന്നും പറയാൻ പറ്റൂല. ഏതോ ഒരു ചിന്തകൻ പണ്ട് പറഞ്ഞു വെച്ചതുപോലെ ശാസ്ത്രത്തിലെ അവസാന വാക്ക് പറയാൻ അവസാന മനുഷ്യനെ കഴിയൂ. അതുവരെ നിരന്തരം തിരുത്തിയും മാറ്റിയും മുന്നോട്ട് പോവുക എന്നത് ശാസ്ത്രത്തിൻ്റെ പ്രാബല്യമാണ്, സ്വാഭാവികതയാണ്, ശാസ്ത്രത്തിൻ്റെ മികവുമാണത്. അതുകൊണ്ട് ശാസ്ത്രത്തെ അതിൻ്റെ പരിധിയിൽ നിന്ന് ഉൾക്കൊള്ളുക, അതുമാത്രമാണ് ശരി എന്ന ദുർവാശി ഉപേക്ഷിച്ച് ശാസ്ത്രം തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ സത്യങ്ങളോടൊപ്പം നിൽക്കുകയും ബാക്കിയുള്ള ഇതിൻ്റെ സാധ്യതകൾ അത് തെളിയിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ശാസ്ത്രത്തെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത്. അവസാനമായി ഒരു ചോദ്യം കൂടി. വിർച്വൽ ഹജ്ജിൻ്റെയും മെറ്റീരിയൽ റിയാലിറ്റിയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ലോകത്ത് വിശ്വാസിയുടെ ഈമാനിനെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാവുമ്പോൾ നമ്മുടെ ഭാവി? വിശ്വാസിയുടെ ഈമാൻ ഇവിടുത്തെ കണ്ടുപിടുത്തങ്ങളൊന്നും വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മറിച്ച് ഈ കണ്ടുപിടുത്തങ്ങൾ ഭൗതികമായി നമുക്ക് നൽകുന്ന സൗകര്യങ്ങളുണ്ട്. ഈ സൗകര്യങ്ങളിൽ മതിമറന്നുകൊണ്ട് അള്ളാഹുവിനെ മറന്നു പോവുക എന്നതായിരിക്കാം വിശ്വാസിയുടെ വിശ്വാസത്തെ തകർക്കുന്നത്. അഥവാ ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളല്ല, ആ കണ്ടെത്തലിൻ്റെ ഉപോൽപ്പന്നങ്ങളായി ഭൗതികമായ ഒരുപാട് ആസക്തിയും സൗകര്യങ്ങളും ഈ ലോകത്ത് കൂടിക്കൊണ്ടേയിരിക്കും. ഇതുവരെയുള്ള അനുഭവം അതുതന്നെയാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ക്യാമറയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഈ ക്യാമറയും പ്രബോധനത്തിന് ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ. മറിച്ച് ലോകത്ത് ഇന്ന് ഈ ക്യാമറകൾ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത് പ്രബോധനത്തിനല്ല. എന്നു മാത്രമല്ല, മനുഷ്യനെ ധാർമ്മികതയിൽ നിന്ന് എത്രയോ പിന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഫോട്ടോഗ്രാഫിയാണ്. ഒരുപാട് തെറ്റായ കാര്യങ്ങൾക്ക്, മോശമായ കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗപ്പെടുത്തപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒരു ടെക്നോളജി അല്ല, മറിച്ച് അതിൻ്റെ ഉപോൽപ്പന്നമായി അത് ഉപയോഗിക്കുന്ന രീതിയാണ് മനുഷ്യനെ മതത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോവുക. നമുക്ക് വെർച്വൽ റിയാലിറ്റി ഉണ്ടായാലും ആഗ്മെൻ്റ് റിയാലിറ്റി ഉണ്ടായാലും ഇനി മെറ്റയുടെ വേൾഡ് വന്നാലും എന്തെല്ലാം പുതിയ അതിൻ്റെയൊക്കെ മേലെയാണിപ്പോൾ AI തന്നെ ഇതെല്ലാം സ്വന്തമായി തന്നെ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുന്നത്. കൂടുതൽ പഠിക്കുകയോ അതിൽ വ്യുൽപ്പത്തി നേടുകയോ പോലും ചെയ്യാതെ ഏതൊരു സാധാരണക്കാരനും ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന മേഖലയിലേക്കാണ് ഇന്ന് AI മനുഷ്യനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് സൗകര്യങ്ങൾ 10 മടങ്ങ് പെട്ടെന്ന് വർദ്ധിക്കുകയാണ്. ഈ വർദ്ധിതമായ സൗകര്യങ്ങളിൽ അള്ളാഹുവിനെ മറന്നു പോവുക എന്നത് സ്വാഭാവികമാണ്. അല്ലാതെ ശാസ്ത്ര പുരോഗതികൾ ഒരിക്കലും ഇസ്ലാമിനെതിരാവില്ല. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് ഖുൽ അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ് സമാവാതി വൽ അർദ്. ഖുർആനിൻ്റെ അവതരണ കാലത്തു തന്നെയും ഖുർആനെ പറ്റി വിമർശനം ഉന്നയിച്ചവർ പറഞ്ഞത് വഖാലു ഇൻഹിയ ഇല്ല അസാത്തിറുൽ അവ്വലീൻ, അല്ലെങ്കിൽ മാഹാദ ഇല്ല അസാത്തിറുൽ അവ്വലീൻ, ഇതൊക്കെ പൂർവികരുടെ കെട്ടുകഥകളാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്നിട്ട് അവരതിന് പറഞ്ഞിരുന്ന കാരണം അസാത്തിറുൽ അവ്വലീൻ ഇക്തതബഹ ഫഹിയ തുംല അലൈഹി ബുക്റതൻ വാസില, രാവിലെയും വൈകുന്നേരവുമൊക്കെ പ്രവാചകൻ്റെ മേലിൽ ഓതിക്കൊടുക്കപ്പെടുന്ന ആരോ പറഞ്ഞു കൊടുക്കുന്ന ചില പുരാണ കഥകൾ, അതാണ് പ്രവാചകൻ പറയുന്നത് എന്ന് ഖുർആനെ പരിഹസിച്ചവരോട് അള്ളാഹു മറുപടി പറഞ്ഞത് ഖുൽ അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ് സമാവാതി വൽ അർദ്.
ഈ ഖുർആനിൻ്റെ സത്യസന്ധതയെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു തആല ഇത് കെട്ടുകഥയാണ്, പുരാണമാണ് എന്ന് പറഞ്ഞവരോട് മറുപടി പറയുന്നത്, ആകാശഭൂമികളുടെ രഹസ്യം അറിയുന്നവനാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ മദീന. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലായി, ആകാശഭൂമികളുടെ രഹസ്യം അറിയുന്നവൻ അവതരിപ്പിച്ച ഖുർആനിൽ ആകാശഭൂമികളുടെ രഹസ്യത്തോട് യോജിക്കാത്ത ഒരു സംഗതി ഉണ്ടാകാൻ പോണില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല മറ്റൊരിടത്ത് പറഞ്ഞത്, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഈ ഖുർആൻ അല്ലാഹു അല്ലാത്ത ഒരാളാണ് അവതരിപ്പിച്ചതെങ്കിൽ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാത്ത ഒരുപാട് കാര്യം ഖുർആനിൽ ഉണ്ടാവേണ്ടതായിരുന്നു. അങ്ങനെ എവിടെയെങ്കിലും ഒരു കാര്യമെങ്കിലും തെളിയിക്കപ്പെട്ട ശാസ്ത്രസത്യത്തോട് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാത്ത ഒരു പരാമർശമുണ്ടെങ്കിൽ ഖുർആൻ്റെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അത് അള്ളാഹു തന്നെ പറയുകയാണ്. അതുകൊണ്ട് ഈ ഖുർആൻ വെച്ച് ഒരു ശാസ്ത്രസത്യവും എതിരാകാൻ പോകുന്നില്ല. ഏത് പുതിയ കണ്ടെത്തലുകൾ വന്നാലും, ഏതു കൃത്രിമ ബുദ്ധിയാണെങ്കിലും, കൃത്രിമ ദൃശ്യാവിഷ്കാരങ്ങളാണെങ്കിലും, ഇതൊന്നും ഖുർആനിൻ്റെ സത്യസന്ധതയ്ക്ക് ഭീഷണിയായി ഒരിക്കലും വരാൻ പോകുന്നില്ല. അപ്പോൾ ശാസ്ത്ര പുരോഗതികൾ ഒരിക്കലും ഖുർആന് ഭീഷണിയാവില്ല. മറിച്ച് ആ പുരോഗതിയിലൂടെ ഉണ്ടാവുന്ന ഭൗതിക സൗകര്യങ്ങളിൽ മധിമത്തരായ ജനത ധാർമ്മികത കൈവെടിഞ്ഞ് കേവലം ഭൗതിക സുഖോലുപരായി മാറുമ്പോഴുണ്ടാകുന്ന മതത്തോടുള്ള വിമുഖത മാത്രമാണ് ഖിയാമത്തിൻ്റെ മുന്നോടിയായി സംഭവിക്കുക. അത് ഖുർആനും ഹദീസും ധാരാളമായി പറഞ്ഞു വെച്ചതാണ്. ഖിയാമത്താകുമ്പോൾ ഇസ്ലാം പുറകോട്ട് തന്നെ പോകും. ഏതൊരു സംഗതിക്കും ഇഖ്ബാലുമുണ്ട്, ഇദ്ബാറുമുണ്ട്. ഇദ്ബാറിൻ്റെ കാലത്തെത്തുമ്പോൾ മതങ്ങളോടൊക്കെ ആളുകൾക്ക് താല്പര്യം കുറഞ്ഞു വരും, മതത്തിനോടൊക്കെ വിമുഖത വരും. അത് ഭൗതിക സൗകര്യങ്ങളിൽ ആകൃഷ്ടരായതുകൊണ്ടാണ്, അല്ലാതെ ശാസ്ത്ര സത്യങ്ങളിൽ കൊണ്ട് ഇസ്ലാം തകർക്കപ്പെടുന്നത് കൊണ്ടല്ല. ഇസ്ലാം ഒരിക്കലും തകരൂല എന്ന് മാത്രമല്ല, അപ്പോഴും എല്ലാ ഭൗതിക സൗകര്യങ്ങൾക്കും ഇടയിലും ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഈ ഉമ്മത്തിലെ ഒരു വിഭാഗം ഹഖിൻ്റെ മേലിൽ വിജയിച്ചു കൊണ്ട് തന്നെ ഉണ്ടാകുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതാണ് ഇന്നും ലോകത്ത് കാണുന്നത്. ഈ ഭൗതിക സൗകര്യങ്ങളൊക്കെ കൂടുമ്പോഴും ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന ഒരു ജനത ലോകത്തെവിടെയും ഇന്നും നമുക്ക് കാണാൻ കഴിയും. അത്തരമൊരു ജനതയിൽ അള്ളാഹു നമ്മളെ നിലനിർത്തി തരട്ടെ എന്നുകൂടി ഈ ഒരു സംവിധാനത്തിൻ്റെ അവസാന ഭാഗത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു.